അപ്പം എനിക്കൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഞാൻ ഫുള്ളും ബ്ലാങ്ക് ആയിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? 2-3 ആഴ്ച മുന്നേ പറഞ്ഞത് നമ്മുടെ ഫാമിലിക്ക് പുതിയ ആൾ വരാൻ പോവാന്ന്. അതങ്ങനെ പോയി. വിഷമിക്കാതിരിക്കും, കഷ്ടകാലം അല്ലാതെ എന്തോ പറയാനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കുന്നതിന്റെ വയറ് വലുതാവണില്ല, അപ്പൊ ഞങ്ങളെ പറ്റിച്ചതാണോ അങ്ങനെ 100,000 ചോദ്യം വരും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് ചവിട്ടിയാലും ഇങ്ങോട്ട് ചവിട്ടിയാലും നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അമ്മയുടെ എപ്പോഴെങ്കിലും വിളിച്ചാൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവര് വിളിക്കാറില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് എപ്പോഴേലും ഒരു വട്ടമൊക്കെ വിളിക്കും. ഒഴിവാക്കുകയാണോ? അതിന്റെ ഇടയിൽ പൊന്നുവിട്ട ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകൾ കണ്ടുകൊണ്ട് അമ്മയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുത്തൂടെ, അമ്മയ്ക്ക് ഇവിടെ വന്നോടെ. എന്നാ തീർന്നടാ, നീയൊക്കെ തീർന്നത് വിഷയമാവും. കുറേ തിരക്കും കുറേ ഓട്ടപ്പാച്ചിലുള്ളിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അയ്യോ അതെന്ത്? ഞാൻ എന്നോട് നമുക്ക് എന്തായാലും ജോലി വേണം, വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. അപ്പോൾ അവർക്ക് പിന്നെ അവരെ സംബന്ധിച്ച് അവർ യൂട്യൂബിൽ വരുമ്പോൾ ഇൻസ്റ്റയിലായാലും പ്രൊമോഷൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് 3 സൈഡിൽ ഒരു വരുമാനമുണ്ട്. അതാ നിന്റെ വിഷമം. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ കാണും, അതിന്റെ റവന്യൂ കിട്ടുന്ന ആൾക്കാരല്ലാണ്ട് നമുക്കൊരു പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് വരാറില്ല. വളരെ ചുരുങ്ങി 1-2 പ്രൊമോഷൻസ് ആണ് വരിക. കാലണ കയ്യിലില്ല, ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കുണുക്കന് കുടിക്കുന്ന കാര്യം പോലും ഞങ്ങൾ നോക്കുന്നില്ല. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഞങ്ങൾ 2 ഒറ്റയ്ക്കുള്ള ലൈഫാണ് ഞങ്ങൾക്ക് ഓക്കെ. അപ്പൊ എനിക്ക് 2 കുഞ്ഞു മക്കൾ, അവരെ ഞാൻ ആരുടെ ഏൽപ്പിക്കും, അവരുടെ കാര്യം നോക്കണേ. ഞാൻ നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. എന്തിനാ എല്ലാ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി വെക്കാനില്ല. ഞങ്ങൾ എനിക്ക് നിന്റെ സഹായം കിട്ടിടത്തോളം എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മേനെ വിളിച്ചോ, ഞാൻ വരാം എന്ന് ഞാൻ പൊന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ?